രക്ഷാപ്രവർത്തന കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ഉൾപ്പെടെ 5 പേർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. SITയുടെ റിപ്പോർട്ട് പ്രകാരം അനിൽകുമാറിനെയും സന്ദീപിനെയും അടക്കം DGP സസ്പെൻഡ് ചെയ്തു. അതേസമയം പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പ്രോസിക്യൂഷനായില്ല. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താത്ത കേസിൽ എങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. റിപ്പോർട്ടിലേക്ക്. പ്രതിഷേധക്കാരെ കലിതീരും വരെ തല്ലിയ ഈ പോലീസുകാർ ഇനി തൽക്കാലം വീട്ടിലിരിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസിന് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ അനിൽകുമാർ അടക്കം 5 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവരാണ് സസ്പെൻഷൻ കിട്ടിയ മറ്റു പോലീസുകാർ. പുതിയ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങി ഗൺമാൻമാർ പ്രതിഷേധക്കാരെ നേരിട്ടതും ലാത്തി ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത ഉദ്യോഗസ്ഥർ ലാത്തി ഉപയോഗിച്ചതും ചട്ടവിരുദ്ധമാണ് എന്നും അടക്കം റിപ്പോർട്ടിലുണ്ടായിരുന്നു. നടപടി മാതൃകാപരമെന്ന് അന്ന് മർദ്ദനമേറ്റ AD തോമസ് MLA. ഇവിടെ ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നിന്ന് വലിച്ചെറിയുന്ന എല്ലും കഷ്ണങ്ങൾക്ക് വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി മൂത്ത് സമരം ചെയ്യുന്ന KSUകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെയും തലതല്ലിപ്പൊളിക്കാൻ ഇനി ഇറങ്ങരുത്. അതിനുള്ള ശക്തമായ താക്കീതാണ് ഈ പോരാട്ടം. മാതൃകാപരമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനേക്കാൾ ശക്തമായ നടപടി ഉണ്ടാവും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ രണ്ടുപേർക്കും. അതേസമയം ഗൺമാൻ അനിൽകുമാറിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ആലപ്പുഴ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂക്ഷമായി ശകാരിച്ചു. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ചോദിച്ചു. ഗൺമാൻമാർക്കെതിരെ ഒരു രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ആയില്ല. വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, വസ്തുത റിപ്പോർട്ടാണ് വേണ്ടതെന്ന് ജഡ്ജി ഹണി M വർഗീസ് പ്രോസിക്യൂഷനെ ഓർമ്മിപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ജാമ്യം എതിർക്കുകയാണോ ചെയ്യേണ്ടത്? ഭാവിയിൽ ജാമ്യം കിട്ടാത്ത കുറ്റം ചേർക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? കോടതിക്ക് ഒരു വിദൂര സാധ്യത പോലും തരാത്ത റിപ്പോർട്ടാണ് കിട്ടിയത് എന്നിങ്ങനെ പോയി കോടതിയുടെ രൂക്ഷ വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥർ DGPയുടെ മീറ്റിംഗിന് പോയിരിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതൊരു കാരണമാകുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചു. ഗൺമാനും മറ്റുദ്യോഗസ്ഥർക്കുമെതിരെ ജാമ്യം നിഷേധിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കോടതി ജാമ്യാപേക്ഷ തീർപ്പാക്കി. ആദ്യഘട്ടമാണിതെന്നും റിപ്പോർട്ട് പൂർണ്ണമായി കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അത് അന്വേഷിപ്പിച്ചു. അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. ഉചിതമായ തീരുമാനങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ആ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തത്. നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണെന്നും മുഖ്യമന്ത്രിക്ക് ഭീഷണിയുണ്ടായ സാഹചര്യത്തിലാണ് ഇടപെട്ടതെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ പ്രതികൾക്കെതിരായ പ്രാഥമിക റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി സമയം നൽകി. ന്യൂസ് മലയാളം, ആലപ്പുഴ.